വെളിച്ചം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9-ാം വയസ്സിലാണോ 6-ാം വയസ്സിലാണോ 11-ാം വയസ്സിലാണോ കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് അവരെ ബേജാറ്. 9-ാം വയസ്സിൽ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 2024 ഇവനിവിടുന്ന് കുറെ പഠിച്ചത് കൊണ്ട് ആയിഷ ബീവിന്റെ വയസ്സ് കൂടുവോ? ഇപ്പൊ ഈ 2024 1400 കൊല്ലം മുമ്പ് നടന്ന കല്യാണത്തിന്റെ വിഷയത്തിൽ ഇവിടുന്ന് കുറെ എന്തൊക്കെയോ ആരോപണങ്ങൾ പറഞ്ഞതുകൊണ്ട് കല്യാണത്തിന്റെ ഡേറ്റ് മാറുമോ? വയസ്സ് കൂടുവോ? വയസ്സ് കുറയോ? ഇല്ല. പിന്നെ എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണോ ഇത് പറയുന്നത്? ആയിഷ ബീവിയോട് അങ്ങേയറ്റത്തെ സഹതാപം കൊണ്ടാണോ പറയുന്നത്? പ്രിയപ്പെട്ട ബാപ്പയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ബാപ്പയാണ്. ആ ബാപ്പനെക്കാളും ഭയങ്കര സ്നേഹമുള്ള 2024 ആയിഷ ബീവിനോടെ അന്നത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷം എത്രയാണെന്ന് ഇവനറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്തോഷം എത്രയാണെന്നറിയോ? അതൊന്നും ആലോചിക്കാതെ 1400 കൊല്ലം മുമ്പ് നടന്ന കല്യാണത്തിന്റെ പേരിൽ ഇപ്പൊ ഇങ്ങനെ ഇവിടുന്ന് ബേജാറ് കഴിച്ചു കൂട്ടുക ചില ആളുകൾ. ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറഞ്ഞതുകൊണ്ട് സാഹചര്യമായതുകൊണ്ടൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താ അതിൽ കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ 9-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്നത് ശരിയാണോ? കഴിച്ചു. എന്നാൽ എന്താ കുഴപ്പം? അപ്പൊ അവന് പറയാനുള്ളത് അത് തീരെ കുട്ടിക്കാലത്ത് നടന്നൊരു വിവാഹമല്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ സദസ്സിൽ ഉപ്പാപ്പാരുണ്ടല്ലോ, ഇല്ലേ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ച പ്രായത്രയാ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ച പ്രായത്രയാണ്? നിങ്ങളെ വാപ്പമാർ കല്യാണം കഴിച്ച പ്രായത്രയാണ്? എത്രയാ പെൺകുട്ടികൾക്ക്? 11 വയസ്സ് അല്ലേ? 9 വയസ്സ് 10 വയസ്സിലൊക്കെ കല്യാണം നടന്നില്ലേ അന്ന്? അന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഒന്ന് തോന്നിയോ? ആർക്കും തോന്നിയിട്ടില്ല. തോന്നിയിരുന്നെങ്കിൽ അന്ന് മാറ്റം വരുത്തുമായിരുന്നല്ലോ. മാറ്റം വരുത്തിയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ജീവിതം, മനുഷ്യന്റെ സാംസ്കാരികത സൂക്ഷിക്കുന്ന ഒരു ജീവിതം ഇന്നുണ്ട് നമുക്ക് പറയാൻ കഴിയോ? നിങ്ങൾ പത്രം എടുത്ത് വായിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു ദിവസത്തെ പത്രം കാണിച്ചു തരുമോ നിങ്ങൾ? പത്രത്തിൽ പീഡനത്തിന്റെ കഥ പറയാത്ത പത്രങ്ങൾ കാണിച്ചു തരുമോ നിങ്ങൾ? ഉണ്ടാകൂല. പീഡനത്തിന്റെ കഥ പറയാത്ത പത്രങ്ങളില്ലാത്ത കാലത്ത് ഭയങ്കര ബീമ്പളൊക്കെയാണ്. ശൈശവ വിവാഹം നടന്നു 1400 കൊല്ലം മുമ്പ്. ഭയങ്കര മോശമായി പോയി. അല്ല മനുഷ്യ, ഇന്നീ നടക്കുന്ന എന്തെങ്കിലും തോന്നിവാസങ്ങളെ തടയാൻ എന്തെങ്കിലും വകുപ്പ് നീ ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെ എന്താ അവരുദ്ദേശിക്കുന്നത്? അവരാഗ്രഹിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കുറച്ചും കൂടി കഴിഞ്ഞിട്ടാക്കി കിട്ടലാണോ? അല്ല. കാരണം അത് കഴിഞ്ഞുപോയി. 1400 കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ്. നടക്കൂല എന്നറിയാം. പിന്നെന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയോ? മനുഷ്യന്റെ സാംസ്കാരികതയെ തകർത്തുകളയലാണ്. മനുഷ്യന്റെ സംസ്കാരം അതേ തകർത്തുകളയലാണ്. ഭൗതികമായ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി തളച്ചിട്ടിട്ട് മനുഷ്യന്റെ ആത്മീയതയും ആത്മീയവും നല്ലതായ ജീവിതവും നഷ്ടപ്പെടുത്താൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുക എന്നിടത്തേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിക്കുമ്പോൾ, ഇന്ന് വൈകുന്നേരം മഞ്ചേശ്വരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ 10-25 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന രാജ്യങ്ങളിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക, അല്ലേ? എല്ലാവരും ഭയങ്കര സംഭവമായിരിക്കും, അവിടുത്തെ ജീവിതം നിന്ന സ്വർഗമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു രാജ്യമാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത്. കാരണം എല്ലാറ്റിനും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന രാജ്യമാണ്. ഒന്നിനും തടസ്സമില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, അല്ലേ? ഒന്നും തടസ്സാകരുത്. മതം തടസ്സാകരുത്, നന്മകൾ തടസ്സാകരുത്, അവന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു സാധനം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ന്യൂജനാണല്ലോ ഇന്നത്തെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് അമേരിക്കക്കാരൻ 10-30 കൊല്ലം മുമ്പ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം കണ്ട് 10-30 കൊല്ലം മുമ്പ് ആരംഭിച്ച അമേരിക്കക്കാരന് എന്താ സമ്പാദ്യമായി പറയാനുള്ളത്? എന്താ സമ്പാദ്യമായി ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നത്? നിയമസംഹിതകളെയും നന്മകളെയും പൊളിച്ചു കളഞ്ഞ നാടായി. ആ നാട്ടിലെ എല്ലാ നന്മകളെയും ഉയർത്തപ്പെടുന്ന രൂപത്തിൽ അവിടുത്തെ മനുഷ്യനെ അധപ്പതിപ്പിച്ചു എന്നതാണ് സത്യം.
നിങ്ങൾ ആലോചിച്ച് നോക്ക്. അമേരിക്കക്കാരൻ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ഫാദർലെസ് അമേരിക്ക. ഞാൻ എഴുതിയ പുസ്തകമല്ല കേട്ടോ, എന്നോട് ഉറപ്പിടിക്കണ്ട. തന്തയില്ലാത്ത അമേരിക്ക. അതിൻ്റെ ശരിയായ അർത്ഥമാണ്. തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുൻഗാമികളൊക്കെ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത അമേരിക്ക. എടുപ്പോയി അമേരിക്കൻ്റെ അച്ഛൻ എടുപ്പോയി. ഈ പുസ്തകം അയാൾ എഴുതാനുള്ള കാരണം അദ്ദേഹം തന്നെ പറയുന്നു, 2.5 കോടി ജനങ്ങൾക്ക് തന്തയില്ല. എവിടെ? അമേരിക്കയിൽ. പാസ്പോർട്ടിൽ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ എഴുതാൻ കിട്ടുന്നില്ല. അമ്മനോട് ചോദിച്ചു ആരാ അച്ഛൻ, അറിയില്ല. കാരണം ആരെ കൂടെയാണ് ജീവിതം നയിച്ചത് എന്ന് പറയാൻ അറിയില്ല. അപ്പോഴുണ്ടായ കുട്ടികളുടെ എണ്ണാണ് 2.5 കോടി ജനങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബോർഷൻ ചെയ്തതല്ല, വയറ്റുള്ള കുട്ടിയെ കൊന്നതിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ജനിച്ചു വീണപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കളഞ്ഞ കുട്ടിയെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് പ്രസവിക്കപ്പെട്ട് ഇന്ന് ഭൂമിയിൽ ലൈവായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവന്റെ കഥയാണ് ഈ പുസ്തകത്തിന്റെ ഓതർ എഴുതി വെച്ചിരിക്കുന്നത്. 2.5 കോടി ജനങ്ങൾക്ക് തന്തയില്ല. എന്തുകൊണ്ടുണ്ടായി? മനുഷ്യന് മാനുഷികമായി ഉണ്ടാകേണ്ട സംസ്കാരങ്ങളെ, മൂല്യങ്ങളെ തകർത്തു കളയാൻ ഏറ്റവും അനിവാര്യ ഘടകമാണ് മതത്തെ തകർത്തു കളയുക എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആശയങ്ങളെ, മതത്തിന്റെ ആശയങ്ങളെ തകർത്തു കളയുക എന്ന് പറയുന്നത്. മൂല്യമുള്ള ജീവിതത്തെ തകർത്താലേ സാധിക്കൂ എന്നറിയുന്ന ഇത്തരം ചിന്താഗതിക്കാർ 10-30 കൊല്ലം മുമ്പേ ആരംഭിച്ചതിന്റെ വലിയ ബഹുമാനാണ് ഞാൻ പറഞ്ഞത്. അച്ഛനില്ലാത്ത അമേരിക്കയായി മാറി. എന്തുകൊണ്ട്? ഇത്തരം ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വിശ്വാസികളെയും അവിടെയുള്ള മറ്റു മതക്കാരായ കുറച്ചെങ്കിലും മൂല്യം മുറുക്കെ പിടിക്കുന്ന ആളുകളെയും ഇല്ലായ്മ ചെയ്തതിന്റെ പേരിൽ ആ നാട്ടിന് കിട്ടിയ സംഭാവനയാ അച്ഛനെ കാണിക്കാനില്ല. ഇങ്ങനെ ഒരു ലോകമാക്കിയിട്ട് നമ്മുടെ ലോകത്തെയും മാറ്റണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അവര് ഫെമിനിസ്റ്റിന്റെ കോലത്തിൽ വരാം, എത്തിസ്റ്റിന്റെ കോലത്തിൽ വരാം, ലിബറൽ മൈൻഡുമായി വരാം, ഇനി ന്യൂജൻ മൈൻഡാണെന്ന പേരിലും വരാം. ഇങ്ങനെ പല പേരിലും വന്നിട്ട് മനുഷ്യന്റെ മൂല്യങ്ങളെ തകർക്കാൻ ഇറങ്ങുന്ന ആളുകളെ വാക്ക് കേട്ടിട്ട് വയത് കേൾക്കുന്ന മുസ്ലിമേ, നമ്മൾ ഈമാൻ ദുഷിപ്പിച്ചുകൂടാ. അതൊക്കെ അവിടെ കേട്ട വലിയരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുട്ടിക്കാലത്ത് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടോ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. കഴിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും കുഴപ്പമെന്നാ ഞാൻ ചോദിച്ചത്. അന്ന് വിവാഹം കഴിക്കപ്പെട്ട ക്രിസ്ത്യാനികളില്ലേ, 1400 കൊല്ലം മുമ്പുള്ള ചരിത്രം പരിശോധിക്കുക നിങ്ങള്. ആ ക്രൈസ്തവ സുഹൃത്തുക്കളെ കൂട്ടത്തിൽ വലിയ നേതാക്കളായിരുന്നവരൊക്കെ വിവാഹം കഴിച്ചത് ഏത് പ്രായത്തിലാ? അതേ പ്രായത്തിൽ തന്നെയാ. 11-ലും 10-ലും 13-ലും 12-ലൊക്കെ വിവാഹം കഴിച്ചത്. അന്നത്തെ കാലത്തുള്ള സാധാരണക്കാർ വിവാഹം കഴിച്ചത് എങ്ങനെ? 10-ലും 12-ലും 13-ലൊക്കെ തന്നെയാണ്. അത് 1400 കൊല്ലം മുമ്പുള്ള കഥയല്ലേ ഞാൻ പറയുന്നത്. നമ്മളെ ഉപ്പാപ്പമാർക്കറിയാം അല്ലേ, നിങ്ങളെ പരിചയത്തിലില്ലേ 11 വയസ്സിലും 12 വയസ്സിലൊക്കെ മുമ്പ് കാലത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തവരെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം എന്ന് തോന്നിയിരുന്നോ? ഇല്ല. ഇപ്പോഴെന്താ ഒരു പ്രയാസം? അത് ഇപ്പോഴത്തെ ജനറേഷന് ഇന്ത്യ രാജ്യം ഒരു നിയമം നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചപ്പോൾ നമ്മളെ ആദത്തും നമ്മളെ സ്വഭാവമൊക്കെ ഒന്ന് മാറി, കുറച്ചൊക്കെ വൈകിട്ട് കല്യാണം കഴിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറി. അപ്പൊ പഴയതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നിരുത്സാഹപ്പെടുത്തി ചെറുതാക്കി കാണിച്ച് കുറ്റപ്പെടുത്തുകയാണ്. അതിന്റെ ആവശ്യം എന്താണ്? പഴയതിന്റെ ഗുണം പുതിയതിനുണ്ട് എന്ന് പറയാൻ കഴിയോ? പഴയതിന്റെ ഗുണം പുതിയതിനുണ്ട് എന്ന് പറയാൻ കഴിയോ? ഇല്ല. പഴയതിനാണ് ഏറ്റവും ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അല്ല വലിയേറെ, പഴയ കാലത്ത് ഇന്നത്തെ ഈ സംവിധാനവും സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്തുള്ളതിനേക്കാളും ക്വാളിറ്റി ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അപ്പോഴാണ് എന്നാണ് പറയുന്നത്. പഴയ കാലത്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് 100 വയസ്സും 90 വയസ്സൊക്കെ ജീവിച്ച ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് 80 വയസ്സൊക്കെ ജീവിച്ച ആളുകളെ പരിചയമില്ലേ? 70 വയസ്സ് ജീവിച്ച ആളുകളെ പരിചയമില്ലേ? ഇന്ന് 70 വയസ്സ് ജീവിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ഇന്നത്തെ പോലെ അടിച്ചു പോകുന്ന മെഷീനാണോ? ഇന്നത്തെ പോലെ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ മരിച്ചു പോകുന്നൊരു സ്വഭാവം പഴയ കാലത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. എന്തുകൊണ്ട്? ബ്രോയിലർ കോഴികളായി നമ്മളെ മക്കൾ ഇങ്ങനെ വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടിച്ചു പോവാണ്. അല്ലാഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. പഴയ കാലത്തുള്ള ക്വാളിറ്റി ഇല്ല. ചികിത്സാ സംവിധാനങ്ങളൊക്കെ കുറെ കൂടിയിട്ടുണ്ടാകാം, പക്ഷേ പഴയ കാലത്തുണ്ടായിരുന്ന ക്വാളിറ്റി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ അറിയാതെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ കാലത്ത് സ്വാഭാവികമായി നടന്ന വിവാഹം, ആ വിവാഹത്തെ ഇന്ന് സമൂഹത്തിനിടയിൽ താറടിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന ആശയം കേട്ടിട്ട് ഊരിപ്പോകുന്ന, ഒലിച്ചു പോകുന്ന ഈമാനായി
എൻ്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, നമ്മുടെ വിശ്വാസം ഒരിക്കലും അതേ വോൾട്ടേജ് ഇല്ലാത്തതായിക്കൂടാ. നമ്മുടെ വിശ്വാസം ചുരുങ്ങിപ്പോയിക്കൂടാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വിവാഹം കഴിക്കപ്പെട്ടത് സമയത്താണോ അല്ലയോ എന്ന് പറയേണ്ടത് നീയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജീവിക്കുമ്പോൾ ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് എന്തെങ്കിലും കുട്ടിയായതിന്റെ പേരിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കുൻതു നായിമൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ ഉറങ്ങാണ്. ഫന്തബഹ്തു, ഞാൻ ഇങ്ങനെ ഉറക്കം തെളിഞ്ഞു. ഫമാ വജത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കം തെളിഞ്ഞു നോക്കുമ്പൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ഉറങ്ങുമ്പോ കൂടെ ഉണ്ടായിരുന്ന നബി തങ്ങളെ കാണാതെ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസിർതു മുതഹയ്യിറാ, എന്റെ രാത്രിയിൽ എവിടെയാ നബി തങ്ങൾ പോയത്? അപ്പോഴേക്ക് എൻ്റെ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങി. പെണ്ണാണല്ലോ, പെണ്ണാകുമ്പോ സ്വാഭാവികമായി പെണ്ണിന്റെ സ്വഭാവം വേണം അല്ലേ? പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം വേണ്ടേ? പെണ്ണിന് ആണിന്റെ സ്വഭാവമായാൽ രണ്ടാൾക്കും സമാധാനത്തോടെ വീട്ടിൽ ജീവിക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പെണ്ണിന്റെ സ്വഭാവമാണ് ആണിനെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പെണ്ണിന് ആണിനെ പൊറപ്പിക്കാൻ കഴിയുമോ? പിന്നെ തിരിച്ചു കഴിയോ? ഇല്ല. പെണ്ണിന് പെണ്ണിൻ്റെതായ സ്വഭാവം വേണം അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, എപ്പോ രാത്രി 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എവിടെയാ പോകുന്നത്? വയലിന് പോവാ. ഭാര്യയോട് പറഞ്ഞു, ഞാൻ വയലിന് പോവാണ്. ആ വയലിന് പോവാ അല്ലേ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞാണ്ടാവും 34 നമ്മളെ ഫോണിൽ വിളിക്കുന്നത്. എവിടെ എത്തി? നമ്മളെ വീട്ടിൻ്റെ ഗേറ്റ് അടച്ചങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ അടുത്ത ഫോൺ വന്നിട്ടുണ്ടാവും. എവിടെ എത്തി? ഞാൻ അവിടുത്തെ ഗേറ്റിങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ എന്നാലും കുഴപ്പമില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കിയതാ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വിളിക്കും ഇല്ലേ, വാട്സപ്പിൽ ഹായ്. ഇതിങ്ങനെ ഇടക്കിടക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് തോന്നും, അല്ല ഇതെന്താ ഞാനിങ്ങ് ഇറങ്ങി, നീ എന്താ ഇങ്ങനെ അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടായാലും പിറ്റേ ദിവസവും അതേ പരിപാടി ഉണ്ടാകും. അതിൻ്റെ അതവരുടെ സ്വഭാവമാണ്. അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രകടനത്തിന് അവരങ്ങനെയുള്ള പല പരിപാടികളും പല പരിപാടികളും പല കലാപരിപാടികളും അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അത് അവരുടെ സ്വഭാവ ശൈലിയാണ്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പുരുഷൻ നേടിയെടുത്തില്ലെങ്കിൽ അവന് മനസ്സമാധാനമുണ്ടാകൂല. ഭാര്യൻ്റെ കൂടെ പോകുമ്പോൾ എല്ലാ സുകാര്യവും പറഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. പൊട്ടത്തരാണ്. ഭാര്യനോടൊരിക്കലും എല്ലാ സുകാര്യങ്ങളും പറയരുത്. എത്രത്തോളം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വിഷയതല്ല കടന്നാൽ ചിലപ്പോൾ ഒരുപാട് പരന്ന് പറഞ്ഞു പോകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഭാര്യനോടൊരിക്കലും നിങ്ങളെ വരവിനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. എനിക്ക് തീരെ ഞെരുക്കാണ് എന്ന് പറയാൻ പാടില്ല. ആരോട് പറയാൻ പാടില്ല? സ്വന്തം ഭാര്യനോട് പറയാൻ പാടില്ല, സ്വന്തം മക്കളോട് പറയാൻ പാടില്ല. അല്ല മൊയ്ലിയാരെ, പിന്നെ എൻ്റെ വരവാരോടാ പറയേണ്ടത്? പള്ളിയിലെ ഉസ്താദിനോടാണോ? പള്ളിയിലെ ഉസ്താദിനോടും പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നിന്റെ ഭാര്യനോട് നീ വരവിനെ കുറിച്ച് പറയാൻ പാടില്ല. ഇത്ര വരവുണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം വരവുള്ള നീ അവൾക്ക് വേണ്ടി 10,000 ചെലവാക്കിയാൽ അവൾക്ക് മതിയാകൂല. പിന്നെ എത്ര ചെലവാക്കണം? 1,10,000 ചെലവാക്കിയാലും മതിയാകൂല. അവൾ പിന്നെയും ചിന്തിക്കും, അടുത്ത മാസം കിട്ടിയാൽ അങ്ങ് കടം വീട്ടിയാ പോരെ എന്ന ചിന്ത മക്കൾക്ക് ഭാര്യക്കുണ്ടാകാൻ വരവ് തിരിഞ്ഞാൽ കാരണമാകുന്നത് കൊണ്ട് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര നല്ല വരവുള്ളവനാണെങ്കിലും അവന്റെ വരവ് ഭാര്യരോട് പറയാൻ പാടില്ല. അപ്പൊ മൊയ്ലിയാരെ, വരവ് പറഞ്ഞാൽ തീരെ വരവില്ലെങ്കിൽ വരവില്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, വരവ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവള് ചിന്തിക്കും, ഇവന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവനിക്കിപ്പോൾ അത്രയല്ലേ ബഹുമാനം കൊടുക്കേണ്ടതുള്ളൂ, അവനെ ഞാൻ വേണ്ടതുപോലെ അങ്ങ് ബഹുമാനിക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത വരും. വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഭാര്യന്റെ സ്വർണം കണ്ടിട്ട് വീടിന്റെ പണി തുടങ്ങുന്ന വിവരക്കേടുള്ളവനാകരുത്. പിന്നെ ആ വീട്ടിൽ സമാധാനത്തോടെ കിടക്കാമെന്ന് ഒരു കാലത്തും കരുതണ്ട. അതുകൊണ്ട്
അതുകൊണ്ട് ഭാര്യന്റെ സ്വർണത്തിന്റെ മൊയിലാരെ ഞാൻ ആർക്കാ കൊടുക്കുന്നത്? നിങ്ങളെ ഭാര്യന്റെ സ്വർണം ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടതോ നിങ്ങൾ നിങ്ങളെ ഭാര്യയുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചോ. തീരുമാനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മറിച്ചോ നമ്മളെ പണം ഭാര്യയുടെ സ്വർണം വാങ്ങിയിട്ടാണ് നമ്മൾ പുതിയവരുടെ നമ്മുടെ വീടുണ്ടാക്കുന്നതെങ്കിൽ അത് എപ്പോഴും എടുത്തു പറയാനും നമുക്കൊരു സമാധാനം നഷ്ടപ്പെടാനും ഇത് കാരണമാണ്. എൻ്റെ വിഷയം അതല്ല, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അവർക്ക് ചിലപ്പോൾ സഹായിക്കാം, അവർക്ക് കൂടാം, അവരുടെയും കൂടി വീടാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ചോ തവക്കുല് ഭാര്യന്റെ സ്വർണത്തിന്റെ മേലായാൽ അവളെ സ്വർണം വിറ്റിട്ട് വീടുണ്ടാക്കാന്ന് വിചാരിച്ച് പണി തുടങ്ങിയാൽ എഴുതി വെച്ചോ, അവളെ പൊന്ന് വെക്കാതെ വീടിന്റെ പണി തീരൂല. പുരുഷൻ യഥാർത്ഥ പുരുഷനാകണോ? ഞാൻ അധ്വാനിച്ചിട്ട് അവളെ പൊന്ന് വെക്കാതെ വീടുണ്ടാക്കുമെന്ന് തീരുമാനിക്കണം. തീരുമാനിച്ചാൽ മാത്രം പോരാ, തീരുമാനത്തിനനുസരിച്ചുള്ള പണിയെടുക്കണം. അങ്ങനെ റബ്ബിലേക്ക് ഭാരമേൽപ്പിക്കുന്ന ഈമാനുള്ള മൂമിനാണോ അവന് റബ്ബ് മതിയായവനാണ്. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? തവക്കുല് ഭാര്യന്റെ പൊന്നിന്റെ മേലാകരുത്, ഭാര്യന്റെ സ്വർണം കണ്ടിട്ട് വീടുണ്ടാക്കാൻ ഇറങ്ങരുത്. മറിച്ചോ നമ്മളെ തവക്കുൽ എവിടെയാകണം? ലോകത്തിന്റെ അധിപനായ അല്ലാഹ് തന്നതിന്റെ കണക്ക് ദുനിയാവിൽ ചോദിക്കാത്ത റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിട്ട് ഇറങ്ങിക്കോ. നീ റബ്ബിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ അസ്മോടുകൂടെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ടോ അവന് റബ്ബ് മതിയായവനാണ്. ഭാര്യക്ക് ഭാര്യൻ്റെതായ സ്വഭാവം വേണം. നിങ്ങൾ വിചാരിച്ചു നോക്കുക, നമ്മളെ ഭാര്യക്ക് പുരുഷന്റെ സ്വഭാവമാണെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവോ? ഉണ്ടാവോ? എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാതിരുന്ന് നോക്കണം, അപ്പം മനസ്സിലാവും. 10 മിനിറ്റ് വിളിക്കുമ്പോൾ ഓടുമ്പോൾ വിളിക്കുന്നു എന്നുള്ളല്ലേ ഇപ്പൊ കംപ്ലൈന്റ്. ആ വിളി അങ്ങ് നിന്ന് നോക്കണം, അപ്പോഴാണ് അതിന്റെ വാല്യൂ മനസ്സിലാകല്. ആ വിളി ഫോൺ എടുത്തിട്ടില്ലെങ്കിലും സാരമില്ല, ഇടക്കിടക്ക് ഇങ്ങനെ വരണം. അപ്പോഴാണ് അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളൊരു മനസ്സ് ഭർത്താവിനുണ്ടാകല്. പുരുഷനെയും പെണ്ണിനെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചത് എന്ന് വിചാരിക്കരുത്. ഇപ്പൊ ചില ആളുകളുണ്ട് ഈക്വാലിറ്റി വേണമെന്നാ പറയുന്നത്, പുരുഷനും പെണ്ണിനും ഈക്വാലിറ്റി വേണമെന്നാ പറയുന്നത്. ഒരിക്കലും അത് ശരിയാകൂല. പുരുഷനും അതേ പെണ്ണിനും ഒരുപോലെ ആകണം എന്ന് പറയുന്ന സ്വഭാവമുണ്ടല്ലോ, അങ്ങനെയായാൽ ദാമ്പത്യ ജീവിതം നിലനിൽക്കൂല. പിന്നെ മുസ്ലിയാരെ അവരോട് നീതി വേണ്ടേ? ഞാൻ പറഞ്ഞത് നീതി വേണ്ട എന്നല്ല, ഈക്വാലിറ്റി പറ്റൂല എന്നാണ്. പുരുഷന് പുരുഷൻ്റെതായ സ്ഥാനം വേണം, പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥാനം വേണം. അപ്പോഴേ നല്ല കുടുംബ ജീവിതമുണ്ടാവൂ. ഇരിക്കട്ടെ, എൻ്റെ വിഷയതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല. സയ്യിദത്തിന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, രാത്രിയിൽ എൻ്റെ കൂടെ കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ രാത്രിയിൽ ഉറക്കം തെളിഞ്ഞിട്ട് കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫസിർതു മുതഹയ്യറ, എൻ്റെ കോലൊക്കെ മാറിപ്പോയി. കാരണം എന്താണ്? ഫളംതു അന്നഹു റജഅ ഇലാ ബഅദി നിസാഇഹി, അവിടുന്ന് വേറെ ഭാര്യന്റെ അടുക്കൽ പോയതാണോ എന്നൊരു സംശയം എന്നെ പിടികൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഉറക്കം തെളിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് അല്ലേ? ചില ആളുകളുടെ ഭാര്യനോട് 2 കെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഭാര്യനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുള്ള ആയുധമായിട്ട് ഞാൻ വേറെ കെട്ടും എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇതിനേക്കാൾ വലിയ വിവരക്കേടില്ല കേട്ടോ. കെട്ടിയാലും പറയരുത് എന്നാ ഞാൻ പറഞ്ഞത്. അവിടെ കെട്ടൽ പുണ്യാണ് എന്ന് വിചാരിക്കരുത്, കെട്ടൽ വലിയ പുണ്യാണ് എന്ന് മനസ്സിലാക്കരുത്. അതിന് വലിയ പണി, അതേ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ് 2 വിവാഹം എന്ന് പറയുന്നത്. പരമാവധി പുരുഷൻ ഒന്നിൽ തന്നെ ഒതുങ്ങാനാണ് ശ്രമിക്കേണ്ടത്. അതിന് തീരെ സാധിക്കാത്തവനുള്ള മസലയാണ് അതേ ഡബിൾ വിവാഹം എന്ന് പറയുന്നത്. അതിന് തീരെ സാധിക്കാത്തവർക്ക് അനുവദിക്കാനുള്ള ഒരു മേഖലയാണ്. അവർക്ക് എമർജൻസി ആയിട്ട് കുടുങ്ങിപ്പോയാൽ ചെയ്യാനുള്ളൊരു വഴിയാണ് അവരുടെ 2 വിവാഹം 3 വിവാഹം 4 വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ടാ ചില ആളുകൾ മുമ്പ് കാലത്ത് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എന്റെ വിവരക്കേടിന്റെ അങ്ങേയറ്റം കൊണ്ട് ചെയ്തതല്ലാതെ എന്റെ 2ാമത്തെ വിവാഹം എന്റെ ജീവിതത്തിൽ പറയാൻ കഴിയൂല
എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോൾ അതിന് ഭാഗ്യവും അതിനുള്ള പ്രത്യേകമായ കഴിവും കെൽപ്പൊക്കെ ഉണ്ടാകും. അത്തരം ആളുകളെ നമ്മൾ ആക്ഷേപിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞു നിർത്തല്ല. അതേ സ്ഥാനത്ത് പെണ്ണിന് പെണ്ണിൻ്റെതായ സ്വഭാവം ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും സന്തുഷ്ടമായ ജീവിതം നിനക്ക് കിട്ടണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ ഒന്നിലൊതുങ്ങിയാലാണ് നല്ലത്. എന്താ കാരണം? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിച്ചാൽ ഒരു ബേജാറും ഉണ്ടാവില്ല. കാരണം നമ്മൾ വേറെ ആളെടുത്ത് പോകുന്നല്ലോ, അതുകൊണ്ട് പേടിക്കണ്ടില്ലല്ലോ. രണ്ടാമത്തെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ രണ്ടാൾക്കും പരസ്പരം ഉണ്ടാകുന്ന ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടല്ലോ, അത് തീർക്കാൻ തന്നെ ജീവിതത്തിൽ ബിസിനസ്സിനെക്കാളും സമയം നമ്മൾ കാണേണ്ടി വരും. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ ശൈലി എങ്ങനെയാണ് ഇരിക്കട്ടെ. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ കൂടെ കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഉറക്കം തെളിഞ്ഞ് നോക്കുമ്പോൾ കാണാനില്ല. എൻ്റെ സ്വഭാവം മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി പുലർച്ചെ സമയത്ത് എഴുന്നേറ്റിട്ട് ഞാൻ ആ രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഏത് വീട്ടിലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എന്നറിയണം, എവിടെയാണ് പോയതും എന്ന് അറിയണം. പക്ഷേ ഫലം മജിദു, ഒരൊറ്റ ഭാര്യമാരെ വീട്ടിലും ആ നേതാവിനെ എനിക്കെത്തിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ എവിടേക്ക് പോയി എന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. ഫഖറഅതു അലൽ ബാബ്, ഞാൻ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വാതിലിൽ നിന്ന് മുട്ടി. അപ്പോഴാ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നത്, ആരാണ് വാതിലിന്റെ പുറത്തുള്ളത്? ഞാൻ പറഞ്ഞു, ഫഖുൽതു അന ആയിഷ, ഞാനാണ് ആയിഷ ഉമ്മയാണ് മോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് മറുപടി പറഞ്ഞു. വാതിലിന് മുട്ടിയാൽ പുറത്തുള്ള ആളോട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞു നിർത്തരുത്. അതേ, ഞാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് കേട്ടിട്ട് തിരിയണ്ടേ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അറിയാത്ത നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതേ മറിച്ചോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, അയ്യു സയാനിബ്, ഞാനാണ് സൈനബയാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല മൊയ്ലിയാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുഅ്ജിസത്തില്ലേ? മുഅ്ജിസത്ത് കൊണ്ടറിയൂലേ? അങ്ങനെയുണ്ട് ചില ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയൂ എന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾ ചോദിക്കുകയാണ്, എല്ലാ കാര്യവും ഗൈബായിട്ട് അറിയുമെന്നാണ്. എങ്ങനെ എല്ലാ കാര്യവും ഗൈബായിട്ട് അറിയാം? മറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണ്ടായിരുന്നു, അതറിയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഗൈബ് അറിഞ്ഞിട്ട് റസൂൽ ഇങ്ങനെ ഇടങ്ങാറായി പോവാ. അങ്ങനെയാണോ ഗൈബ് അറിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഗൈബ് അറിയൂലേ? പിന്നെ എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അവിടുത്തെ സദസ്സിലേക്ക് വന്ന ഒരാളോട് കയ്യിൽ എന്താണ് എന്ന് ചോദിക്കേണ്ട ആവശ്യം? കയ്യിൽ എന്താണ് എന്ന് ചോദിച്ചില്ലേ? ഏതോ പുത്തൻവാദികൾ പറയുന്ന വാക്ക് കേട്ടിട്ട് വയല് കേൾക്കുന്ന മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാക്കുമ്പോൾ അവിടുത്തെ എന്നെ പോലെയുള്ള മനുഷ്യനാക്കിയാൽ, നിങ്ങളെ പോലെയുള്ള മനുഷ്യനാക്കിയാൽ അവനേക്കാൾ വിവരം കെട്ടവനാരാ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാധാരണക്കാരനാണോ? എന്നെ പോലെയാണോ? നിങ്ങളെ പോലെയാണോ? ഒരിക്കലും അല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞതോ? അതേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊക്കെ മനുഷ്യനായത് പോലെ ഞാനും മനുഷ്യനാണ് എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല, അതുപോലുള്ള ഏതെങ്കിലും ജീവികളാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ അല്ല, തികഞ്ഞ മനുഷ്യനാണല്ലോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹ് അവിടുത്തെ കാണാനും പരിചയപ്പെടാനും നീ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ. അപ്പൊ അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയൂലേ? പിന്നെ എന്തിനാ അയ്യു സൈനബി എന്ന് ചോദിച്ചു? ഏത് സൈനബിയാണ് എന്ന് ചോദിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിയാണെന്ന് പറയാതെ തന്നെ മനസ്സിലാകണ്ടേ സൈനബിയാണ്? ഓ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയും, ഗൈബ് അറിയും. എപ്പറിയും? ഇബ്നു തൈമിയ അടക്കം പറഞ്ഞത് കാണാം. ആരാ ഇബ്നു തൈമിയ?
ഇത്തരം പുത്തൻവാദികൾ എടുത്തു പറയുന്ന പണ്ഡിതനാണല്ലോ. അതെ, അവരുടെ പണ്ഡിതനായി വാഴ്ത്തുന്ന പണ്ഡിതനാണല്ലോ. ഇബ്നു തൈമിയ തന്നെ പറഞ്ഞത് കാണാം, ഇന്ദ ഖസ്ദിഹി, അവരാഗ്രഹിക്കുന്ന സമയത്താണ് അറിയല്. അല്ലേ, അത് ഏതറിവും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ ഞാൻ പറയാണ്, പള്ളീൻ്റെ ബേക്കിന്ന് തങ്ങൾ വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ പോയി നോക്കിയാൽ മനസ്സിലാകും. പോയാലേ അതറിയുള്ളൂ. അറിയണം എന്ന് കരുതിയാൽ പോയി നോക്കിയാൽ അറിയാൻ കഴിയും. അല്ലേ, പള്ളിയുടെ ബേക്കിൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയണമെന്ന് വിചാരിച്ചാൽ അറിയാൻ പറ്റൂലേ? നിങ്ങൾക്ക് അറിയണമെന്ന് വിചാരിച്ചാൽ അറിയാൻ പറ്റൂലേ? പറ്റും. ഒന്ന് അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും എന്താ അവിടെ നടക്കുന്നത്. അവിടെ ആരാ വരുന്നത്, ആരാ പോകുന്നത്, ആരാ നിസ്കരിക്കുന്നത്, ആരാ ഓതുന്നത്, ഒക്കെ അവിടെ പോയാൽ മനസ്സിലാകും. പോകാതെ ഇവിടെ ഇരുന്നാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ഗൈബ് അറിയല്. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ അറുക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് വിചാരിച്ചു? ആദ്യം തന്നെ മുഅ്ജിസത്ത് മുഖേന അറിയാം, അർത്ഥം എന്തായാലും മുറിയൂല. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയി അറക്കുക, എന്നിട്ട് അറക്കാതിരിക്കുക, അറിവ് മണർക്കാതിരിക്കുക. അങ്ങനെയായ പിന്നെ മുഅ്ജിസത്ത് കൊണ്ട് ഈ പരീക്ഷണത്തിന് എന്ത് പ്രാധാന്യമുള്ളത്? മുഅ്ജിസത്ത് കൊണ്ട് പിന്നെ പരീക്ഷണങ്ങൾക്ക് എന്ത് പ്രാധാന്യമുള്ളത്? അപ്പൊ പിന്നെ എപ്പോഴാണ് ഇവരറിയല്? അവരുദ്ദേശിക്കുന്ന സമയത്താണ് അല്ലാഹു അറിയിച്ചു കൊടുക്കല്. മുഅ്ജിസത്താണെങ്കിലും കറാമത്താണെങ്കിലും ആഗ്രഹിക്കുന്ന സമയത്താണ് അല്ലാഹു അത് അറിയിച്ചു കൊടുക്കുന്നത്. അല്ലാതെ അവർ നടന്നു പോകുമ്പോഴേക്ക് ഏതോ പുത്തൻവാദി വിചാരിച്ചതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ കുറിച്ച് പറഞ്ഞപ്പോൾ ചില പുത്തൻവാദികളെ സംശയമാണ്. ഗൗസുല്ലാദം തങ്ങളെ മുന്നിൽ കുപ്പായിട്ടിട്ട് കാര്യമില്ലല്ലോ, വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ലല്ലോ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് കാണുമെങ്കിൽ കുപ്പായത്തിന്റെ ഉള്ളിലുള്ളത് എന്തായാലും കാണൂലേ? വിവരം കെട്ട മൗലവിമാരെ സംശയമാണ്. ഇത്തരം ചിന്താഗതികളുമായി ജീവിക്കുന്ന മൗലവിമാരെ സംശയമാണ്. ഇത് കേട്ടിട്ടോ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, നമ്മൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും തെറ്റിദ്ധരിക്കുന്നവരായിക്കൂടാ, കറാമത്തിനെ നിഷേധിക്കുന്നവരായിക്കൂടാ, മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നവരായിക്കൂടാ. ഇന്ദ ഖസ്ദിഹിം, അതാ മഹാന്മാര് പറഞ്ഞത്, അവരാഗ്രഹിക്കുന്ന സമയത്താണ് അവർക്ക് അറിയാനുള്ള കഴിവ് റബ്ബ് കൊടുക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകള് സയ്യിദത്തിന ബീവി ആയിഷ പ്രിയപ്പെട്ട സയ്യിദത്തിന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ വീട്ടിന്റെ വാതിലിന് മുട്ടിയപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുകയാണ്, ആരാണ് വീട്ടിന്റെ പുറത്ത് നിൽക്കുന്നത്? അതെ, ആരാണ് വീട്ടിന്റെ പുറത്ത് നിൽക്കുന്നത്? ഫഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു, അന ആയിഷ, മോളെ ഞാൻ ഉമ്മ ആയിഷയാണ്. ജിത്തു ഹുനാ ഫീ ഹാദൽ വഖ്തി, ഞാൻ ഈ സമയത്ത് എന്തിനാ വന്നത് എന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനതാ എൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിട്ട് കാണുന്നില്ല. ഭാര്യമാരെ വീട്ടിലൊക്കെ ഞാൻ പോയി നോക്കി, പക്ഷേ അവിടെ കാണാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ വീട്ടിലേക്ക് വന്നു എന്ന് കേട്ടപ്പോ എൻ്റെ പ്രിയപ്പെട്ട മക്കളാണല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ട് മക്കളും പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഉമ്മ എന്താണ് ഉമ്മ ഈ സമയത്ത് വന്നത്? മക്കള് പുറത്തേക്ക് വന്നു പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുറത്തേക്ക് വന്നു പോയി. ഫഖുൽതു, ഞാനപ്പോ അവരോട് പറഞ്ഞു, മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനില്ല, എവിടെയാണ് എന്നൊന്ന് അന്വേഷിച്ചാലോ? അങ്ങനെ അതാ അവർ പറയാണ്, നതുലുബു ഫിൽ മസാജിദി, ഞങ്ങൾ എല്ലാ പള്ളിയിലും പോയി ഇങ്ങനെ നോക്കി എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. അങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫവജദ്നാഹു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്തിച്ചു. ഞങ്ങൾ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിലല്ല, ബഖീന്റെ ചാരത്ത് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് കരയുകയാണല്ലോ.
അതേ ലൈലത്തുൽ ബറാഅത്തിന്റെ ദിവസം പരിശുദ്ധമായ രാത്രി സുജൂദിൽ കിടന്ന് കരയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ പ്രകാശമാണ് കാണുന്നത്. പ്രകാശം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രകാശമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഖുർആൻ സിറാജം മുനീറാ എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശേഷിപ്പിച്ചത്. അല്ലാഹ് അവിടുത്തെ കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ടല്ലേ ലോകത്ത് നേരിലും അല്ലാതെയും കണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങൾ പ്രഖ്യാപിച്ചില്ല, ഇതുപോലെ ഭംഗിയുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ ലോകത്ത് കണ്ടിട്ടില്ല. കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി. അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ മുഖത്തൂടെ ഇങ്ങനെ സൂര്യൻ കറങ്ങുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ വിശാലമായ ഭംഗി കൊണ്ടുള്ള അനുഗ്രഹിച്ച നേതാവാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു